ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഒരു ലോങ് വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ കറികളൊക്കെ വെക്കാനുള്ള തിരക്കിലും കാര്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ ഒരു 7-7:30 ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അമ്മ ദേ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ടക്കറിയും അപ്പവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ രാവിലെ വേഗം ഫുഡും കഴിച്ച് കഴിയും, പിന്നെ നമുക്ക് ഇരുന്ന് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മിക്കുപ്പെണ്ണ് ദേ എൻ്റെ അടുത്ത് ഓടിക്കളിക്കുന്നുണ്ട്. മിക്കുവിനാണെങ്കിൽ ഞാൻ ടോണിക്കൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അന്നമോളും മോച്ചുവാണെങ്കിൽ നല്ല ഉറക്കമാണ്. ഇതേ കണ്ടില്ലേ, അന്നമോളെ ചെന്ന് മിക്കു അവിടെ തോണ്ടിയിട്ടാണ് അന്നമോള് പതുക്കി ഒന്ന് എഴുന്നേറ്റ്. ഞാനൊന്ന് പേടിച്ചു, ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തോണ്ട് നടക്കേണ്ട വരും. ഇതേ മോച്ചൂട്ടിന് ഇവിടെ കിടന്ന് നല്ല ഉറക്കാട്ടോ. സാധാരണ ഇവ നേരത്തെ എഴുന്നേക്കാറുണ്ട്, ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ എഴുന്നേക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദേ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വന്ന് നോക്കിയപ്പോഴേക്കും മിക്കു ട്രൈപോഡ് തട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല കുലുക്കൊക്കെ ഉണ്ടാവുമെന്ന്, പക്ഷെ വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ആ വെച്ച ചായ എടുത്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് എല്ലാ ദിവസത്തെയും പോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ പുറത്തേക്ക് ഇരുന്ന് ചായ കുടിച്ചു. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. മിക്കുവിനെ ഞാൻ അകത്തിട്ട് പൂട്ടിയേക്കാം കേട്ടോ. അല്ലെങ്കിൽ അവളിപ്പോൾ പുറത്തേക്ക് വരും. അവളുടെ കരച്ചിലെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ ബാക്കി ഇവിടെയുള്ള പൂച്ചകളൊക്കെ ഓടി വരും കേട്ടോ. പിന്നെ അത് പ്രശ്നമാവും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചിപ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചേരെ, എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സദ്യ വിളമ്പുമ്പോൾ അതിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ചിപ്സ് ഇങ്ങനെ വേറൊരു കണ്ടെയ്നറിലേക്ക് ആക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശർക്കര വരട്ടിയും കൂടി മാറ്റി വെക്കണം. അതല്ലെങ്കിൽ പിന്നെ പിള്ളേരുടെ മുമ്പിൽ ഇതെല്ലാം കൂടി പെട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഇത് ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ ശർക്കര വരട്ടി ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവർ എഴുന്നേക്കരുത്, ഈ ശബ്ദം കേട്ടിട്ട് പോലും എഴുന്നേക്കരുതെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവിയലിന് നമ്മൾ കുറച്ച് കഷ്ണങ്ങളെ അരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് വെക്കുന്ന ടൈമിൽ അരിഞ്ഞിടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോരനുള്ളത് അരിയാൻ പറഞ്ഞ് അമ്മ എന്നെ വിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മോച്ചു എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് അതൊക്കെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇന്നിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പായസമൊക്കെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ കാര്യമൊക്കെ മടിയില്ലാതെ തന്നെ പോയി പല്ലൊക്കെ തേച്ച് വന്നിരിക്കുന്നതാട്ടോ. അപ്പോഴേക്കും അമ്മ എനിക്കൊരു ക്യാരറ്റും കൂടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതെല്ലാം അരിഞ്ഞൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് ടൈം കൂട്ടിയിട്ടേക്കുന്നതാ കേട്ടോ, ഫാസ്റ്റിലിട്ടേക്കുന്നതാണ്. അപ്പോഴേക്കും ദേ എല്ലാം കൂടി ഞാൻ അരിഞ്ഞൊരു പരിവം ആക്കി വെച്ചിട്ടുണ്ടേ. മിക്കുവിനെ ഞാൻ കുറേ നേരം അന്വേഷിച്ച് നടക്കുന്നത്. നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി കേട്ടോ, ഇവൾ ഓടിപ്പോയി അന്നമോളുടെ അടുത്ത് ഇരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, അന്നമോളുടെ ഇടയ്ക്കൊക്കെ ഇവൾക്ക് വഴിക്കൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ അന്നമോളെ ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് കാന്താരി മുളക് പൊട്ടിക്കാനുണ്ടായിരുന്നു. ഇവിടെ വീടിൻ്റെ ചുറ്റും നിറച്ചും കാന്താരി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കാന്താരി പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, ഇഷ്ടം പോലെ കാന്താരി ഇട്ടു കേട്ടോ. ഇപ്പോൾ കുറച്ച് മതി, ആവശ്യത്തിനുള്ളത് മാത്രം പറിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് നുള്ളി എടുക്കണുള്ളൂ കേട്ടോ. ഈ സൈഡിൽ നന്നായിട്ട് മുഴുത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചുമന്ന് കഴിഞ്ഞാൽ നമ്മൾ വിത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇവിടെ തന്നെ ഇങ്ങനെ പാകിയിടും കേട്ടോ. അങ്ങനെ ഞാൻ ദേ പൊട്ടിച്ച കാന്താരി മുളക് കണ്ടോ, ഇത്രയും കിട്ടി. ഇതൊന്നല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പ്ലേറ്റുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേയും കിട്ടും. പക്ഷെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇത്രേ പറിച്ചുള്ളൂ. ഏറ്റവും കഠിനമായ ജോലി എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അത് മോച്ചുവിന് ഫുഡ് കൊടുക്കലാന്ന് ഞാൻ പറയും കേട്ടോ. ആ ഒരു ടാസ്ക്കാണ് ഞാൻ ഇപ്പോൾ ഏറ്റെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഒരപ്പവും മുട്ടക്കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരപ്പം മതിയോടാ എന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം മതി എനിക്കെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ എന്നെ വീണ്ടും എഴുന്നേപ്പിച്ച് നടത്തിക്കും. അതാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അന്നമോൾക്ക് ഫുഡ് കൊടുക്കാൻ പോലും ഇത്ര പാടില്ല. അതല്ലെങ്കിൽ മൂത്ത കുട്ടികളുടെ എല്ലാ കാര്യത്തിനും കുറച്ച് പാട് സഹിക്കേണ്ട വരും എന്നൊക്കെ കാരണന്മാർ പറയുന്നത് വളരെ കറക്റ്റാട്ടോ. അക്കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ ഓരോ കറികൾ ദേ ഇത് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കി കൊണ്ടുവന്നൊക്കെ ദേ ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ മൊത്തത്തിൽ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ചത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചിക്കറിയാണ് കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, പായസം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പായസം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാട്ടോ. പിന്നെ സാമ്പാർ ദേ അടുപ്പത്ത് കിടന്നുണ്ട്, അങ്ങ് തിളയ്ക്കുന്നുണ്ട്.
പിന്നെ ഓരോരോ കറി. ഇനിയിപ്പോൾ അവിയലൊക്കെ വെക്കണം. അപ്പോഴേക്കും പൂക്കളൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് പപ്പ ഇന്നലെ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന പൂവാണ്. വാടിപ്പൂവെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഭാഗ്യത്തിന് വാടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് പച്ചലൊക്കെ പറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിള്ളേർ ഇവിടെ കിടന്ന് ഒച്ച ചെയ്തുകൊണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് അന്നാമി കുറേ പ്രാവശ്യം ഛർദ്ദിച്ചതുകൊണ്ടും ഞാൻ എൻ്റെ പ്ലാനിങ് ചെറുതായിട്ട് മാറ്റി. ചേട്ടായി ഒരു കളമൊക്കെ വരച്ച് തന്നു. അപ്പോൾ ചെറിയ രീതിയിൽ പൂക്കളം സെറ്റ് ചെയ്യാം, ഈ പൂക്കൾ മാത്രം വെച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിട്ടോ. അതാണ് ഈ പൂക്കളം. ഇതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടി ഞാൻ വേറെ പൂവ് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. കിട്ടിയതാണെങ്കിൽ ആകെ ഒരു വെള്ള പൂവാണ് കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കൊള്ളാവോ എന്ന് നിങ്ങൾ പറയൂ. ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അന്നാമീനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഒന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഛർദിയൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവളെ ഒന്ന് കുളിപ്പിച്ചു കൊടുത്തു. തല കുളിപ്പിച്ചിട്ടില്ല. പിന്നെ മുടിയൊക്കെ ഒന്ന് ശരിക്കും കെട്ടിക്കൊടുത്തു കേട്ടോ, കാരണം മുല്ലപ്പൂ വയ്ക്കാനുള്ളതാണ്. ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 50 രൂപ വെച്ചിട്ടാട്ടോ. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമുക്കിതിങ്ങനെ കൈയോടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലവും അതിൻ്റെ പിന്നത്തെ കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. നല്ല മുറുക്കത്തിൽ അങ്ങ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തലയിൽ ഇരുന്നോളും. അതങ്ങനെ ഊരിപ്പോരൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അംഗൻവാടിയിലേക്ക് ഞാൻ ഇത് തന്നെയാട്ടോ കെട്ടിക്കൊടുത്ത് വിട്ടത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് വളയിടണമെന്ന് പറഞ്ഞു. അപ്പോൾ വളയൊക്കെ ഇടിപ്പിച്ചപ്പോഴേക്കും മോച്ചും വന്നിട്ടുണ്ട് കേട്ടോ. മോച്ചുവിനും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓരോ വളയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവൾക്ക് ലിപ്സ്റ്റിക്ക് ഇടണം എന്ന് പറഞ്ഞു. പക്ഷെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. ജസ്റ്റ് ലിപ് ബാം വെച്ചിട്ട് ഇങ്ങനെ ചുണ്ടൊന്ന് ഇതാക്കിക്കോളാൻ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്തു കൊടുത്തേട്ടോ. അപ്പോഴേക്കും അമ്മച്ചി ഒരു ചുമന്ന പൂവൊക്കെ കൊണ്ടുവന്ന് പൂക്കളത്തിൻ്റെ നടുക്കേറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഇവന്മാർക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഡ്രസ്സ് മാറാൻ പോലും ശരിക്കും എനിക്ക് സെറ്റ് മുണ്ട് ഉടുക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഇവർക്ക് വിശപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു കണക്കിന് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നിരുന്നത്. പിന്നെ ഇവർക്കുള്ള ഓരോന്ന് വിളമ്പി ചേട്ടൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാളം വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി വിളമ്പാന്ന് പ്ലാൻ ചെയ്തപ്പോൾ അവന്മാർ സമ്മതിച്ചില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വെച്ചു കൊടുത്തുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ സദ്യയിലെ വിഭവങ്ങൾ കേട്ടോ. ഇതിൽ ഓലനും കാളനും 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് മമ്മി വിളമ്പിയത് അമ്മച്ചി കണ്ടില്ല, അങ്ങനെ ഇട്ടതാട്ടോ. പിന്നെ ഈ പപ്പയും പിള്ളേരൊക്കെ കൂടി ഒരുമിച്ചിരുന്നാട്ടോ കഴിക്കുന്നത്. ഒരാൾ തിരിഞ്ഞിരുന്നാണ് കഴിക്കുന്നത്. കഴിച്ച് ആ ഒരു ഇഷ്ടത്തിന് തിരിഞ്ഞു പോയതാട്ടോ. പിന്നെ എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെച്ചോണ്ട് പറയാല്ല, അത്യാവശ്യം എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാമേക്കിനാണെങ്കിൽ ആ ചുമന്ന കറി ഭയങ്കര ഇഷ്ടമായിട്ടോ. പുള്ളി ഇരിക്കുന്ന സ്റ്റൈൽ കണ്ടോ, എളുപ്പത്തിന് കൈയിട്ട് വാരി തിന്നാൻ വേണ്ടിയാണ് പുള്ളി അങ്ങോട്ടേക്ക് ചെരിഞ്ഞിരിക്കുന്നത്. ഇരുത്തി കഴിഞ്ഞപ്പോൾ നേരെ ഇരുത്തിയതാണ്. ഇപ്പോൾ തിരിഞ്ഞ് മറ്റേ ക്ലോക്ക് പോലെ മൊത്തത്തിൽ അങ്ങ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നിലത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അമ്മച്ചി നിലത്തിരുന്നതാ. പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മുകളിൽ കയറി അമ്മച്ചിക്ക് ഇലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടായി പുറത്തെടുത്തിട്ടുണ്ട്. പപ്പയുടെ മുണ്ടും ഷർട്ടും കണ്ടോ, അത് ഞാൻ ഈ ഓണത്തിന് എടുത്തു കൊടുത്താ കേട്ടോ പപ്പയ്ക്ക്. അമ്മയ്ക്ക് സാരി വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. അമ്മയ്ക്ക് ഞാൻ മിക്കപ്പോഴും എടുത്തു കൊടുക്കാറുണ്ട് കേട്ടോ. അന്നാമിയും മോച്ചും പിന്നെ ലാമേക്കിനോടും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അവരവിടെ കിടന്ന് ഓട്ടമൊക്കെ ആയിട്ടോ. പിന്നെ ഞാനും അന്നമോളും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്കിഷ്ടം കേട്ടോ ഇവളുടെ കൂടെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അടുത്ത ഓണത്തിൽ ഞാൻ സെറ്റാക്കും. അടുത്ത ഓണത്തിന് ഞാനും അന്നമോളും പാവാടയും ബ്ലൗസും തയ്ക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഓണത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സായിരിക്കും കേട്ടോ. അപ്പോൾ അവൾ ഇച്ചിരി കൂടി വലുതാവുമല്ലോ. അത് കഴിഞ്ഞ് അകത്ത് വന്ന് നോക്കുമ്പോഴേക്കും മിക്കു ആ പൂവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരത്തിനോട് മാറാൻ പറഞ്ഞിട്ട് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവൾ ഒരു കണക്കിന് അതൊക്കെ അങ്ങ് നശിപ്പിച്ചു. അത് പിന്നെ പറയണ്ടല്ലോ, നശിപ്പിച്ചോളൂ, അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതിനാണല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ അതങ്ങ് ഒരു പരിവാക്കി. പിന്നെ ഞാനതൊക്കെ അങ്ങ് കോരിക്കളഞ്ഞു കേട്ടോ മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരു പായസമൊക്കെ കുടിച്ച് നമ്മുടെ വ്ളോഗ് ഞാനിവിടെ നിർത്താൻ പോവാട്ടോ. ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മത്ത് പിടിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.